അസ്സലാമു അലൈക്കും. അവസാനത്തെ 10ലാണ് ലൈലത്തുൽ ഖദറിന് ഏറ്റവും കൂടുതൽ സാധ്യത എന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 1000 രാവുകളേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരൊറ്റ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്നത്. ജീവിതത്തിലെ ഒരാൾക്ക് ഒരു ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ 83 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുന്നത്. അതായത് ഒരായുസ് മുഴുവൻ ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് ആ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന എന്നാൽ വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ ഒരു രാത്രിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കൊണ്ട് നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. ആദ്യം തന്നെ ഫാത്തിഹയ്ക്ക് ശേഷം 7 ഇഖ്ലാസ് സൂറത്ത് ഓതുക. അതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിലും 7 തവണ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് ഓതുക. ഈ ഒരു നിസ്കാരത്തിൻ്റെ ശേഷം ഒറ്റയ്ക്കിരുന്നു കൊണ്ട് 70 തവണ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, ഈ ഒരു ഇസ്തിഗ്ഫാർ ആത്മാർത്ഥമായി ചൊല്ലുക. ഈ ഒരു ഇസ്തിഗ്ഫാർ നമുക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അല്ലാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു എന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന 21, 23, 25, 27, 29 എന്നീ ദിവസങ്ങളിലെല്ലാം നിസ്കരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇസ്തിഗ്ഫാർ 70 തവണ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടലാണ് ഈ ഒരു 10 ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു ഇബാദത്ത് എന്നത്. ഇതുപോലെ ചെയ്ത് നമ്മൾ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും ഇൻഷാ അല്ലാഹ് അത് നമ്മളെ ജീവിതത്തിലേക്ക് അള്ളാഹു തആല നമുക്ക് ഹലാലാണെങ്കിൽ അത് എത്തിച്ചു തരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് 7 തവണ ഖദർ സൂറത്ത് ഈ ഒരു രാത്രികളിൽ ഓതുന്നത് വളരെ പ്രധാനമാണ്. ഈ ഒരു സൂറത്ത് നമ്മൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ 70,000 മലക്കുകൾ നമുക്ക് സ്വർഗത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിവസത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കൂടെ ഉൾപ്പെടുത്തണം. നമ്മളെല്ലാവരുടെയും ഹലാലായ എല്ലാ മുറാദുകളും റമളാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഹാസിലായി കിട്ടട്ടെ. അസ്സലാമു അലൈക്കും.